അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നമ്മുടെ കേരളക്കരയിലെ പൊന്നാനിയിൽ നടന്ന ഒരു ചരിത്രം, ചൂട്ടുകാട്ടി മാമുട്ടി എന്ന് പറയുന്ന വലിയ മഹാൻ. ഒരുപക്ഷെ ചരിത്രം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. ജനങ്ങൾക്കിടയിൽ സാധാരണക്കാരനായി ജീവിച്ച, പഴയ കാലത്തെ കല്യാണങ്ങളൊക്കെ രാത്രിയിലാണല്ലോ ഉണ്ടാവാറുള്ളത്. അന്ന് ആ കല്യാണത്തിന് പുതിയാപ്പിള വരുന്ന സമയത്തും പുതുപെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്തൊക്കെ പന്തം കത്തിച്ച് ചൂട്ട് കാട്ടിയിട്ട് വെളിച്ചം കാട്ടി കൊടുത്തുകൊണ്ടായിരുന്നു വയലിലൂടെയും അതുപോലെ തന്നെ നാട്ടിലെ റോട്ടിലൂടെയും ഒക്കെ നടത്തിക്കൊണ്ടുവന്നിരുന്നത്. ആ കാലഘട്ടത്തിൽ ചൂട്ട് കത്തിച്ച് മുന്നിൽ നടന്ന് വെളിച്ചം കാട്ടി കൊടുക്കുകയും അതുപോലെ തന്നെ നാട്ടിലെ വിവാഹവേദികളിലും അതുപോലെയുള്ള എല്ലാ പരിപാടികളും പങ്കെടുത്തുകൊണ്ട് അവിടെ ടേബിൾ ഇടാനും പന്തൽ കെട്ടാനും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാനും ഒക്കെ സജീവമായി എല്ലാവരുടെ ഇടയിലും ചിരിച്ചു കളിച്ച് ജീവിച്ചിരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ, ജനങ്ങളെല്ലാവരും ഒരു അന്തംഗമ്മിയാണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ വരെയുള്ള ഒരു ജീവിച്ച വലിയ മഹാനായിരുന്നു ചൂട്ടുകാട്ടി മാമുട്ടി എന്ന് പറയുന്ന വലിയ മഹാൻ. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ചരിത്ര കഥയുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ഇത്രയും വലിയ മഹാനാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായത്. കൂട്ടായി അബ്ദുള്ള മുസ്ലിയാർ പൊന്നാനിയിലെ ഖാദിയായിരുന്നു, വലിയ മഹാനായിരുന്നു കൂട്ടായി അബ്ദുള്ള മുസ്ലിയാർ. മഹാനവറുകൾ ആ കാലഘട്ടത്തിൽ ഹജ്ജിന് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പായക്കപ്പലിലാണല്ലോ പഴയ കാലത്തൊക്കെ ഹജ്ജിന് പോയിരുന്നത്. അങ്ങനെ ഹജ്ജിന് പോകുന്ന ആളുകളുടെ അരികിലൊക്കെ വന്നുകൊണ്ട് എല്ലാവരും ദുആ വസിയ്യത്ത് നടത്തും. അങ്ങനെ കാരണം പോയിട്ട് തിരിച്ചു വരുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത പോക്കാണ്. ഒരുപാട് ആളുകൾ പോയിട്ട് തിരിച്ചു വരാത്തതുമുണ്ട് ആ കാലഘട്ടത്തിൽ. അങ്ങനെ നമ്മുടെ ചൂട്ടുകാട്ടി മാമുട്ടിക്കയും ബഹുമാനപ്പെട്ട അബ്ദുള്ള മുസ്ലിയാരുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഹജ്ജിന് പോവുകയല്ലേ, പോയി വരുമ്പോൾ എനിക്കെന്തെങ്കിലും കൊണ്ടുവരണം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നൊക്കെ മഹാനവറുകളോട് പറഞ്ഞേൽപ്പിച്ചു. ഇൻഷാ അള്ളാഹ് കൊണ്ടുവരാമെന്ന് മഹാനവറുകളും പറഞ്ഞു. അങ്ങനെ വലിയ സൂഫി വര്യനും പണ്ഡിതനുമായിരുന്ന ബഹുമാനപ്പെട്ട കൂട്ടായി അബ്ദുള്ള മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ വലിയ പ്രാർത്ഥനയായിരുന്നു, എനിക്ക് ആത്മീയമായിരിക്കുന്ന ഒരു ഗുരുവിനെ കാണിച്ചു തരണമെന്നുള്ളത് മഹാനവറുകളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു. അങ്ങനെ മഹാനവറുകൾ ഹജ്ജിന് പോയി. ഹജ്ജിൻ്റെ വേളയിൽ അദ്ദേഹം തവാഫൊക്കെ ചെയ്ത് അവിടെ വെച്ചൊക്കെയുള്ള പ്രാർത്ഥനയിൽ മഹാനവറുകളുടെ പ്രാർത്ഥന ഇത് തന്നെയായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത്, എനിക്കൊരു ആത്മീയ ഗുരുവിനെ കാണിച്ചു തരണമെന്ന്. അങ്ങനെ തവാഫൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഉറങ്ങുമ്പോൾ ഉറക്കത്തിലൊരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ സുന്ദരനായിരിക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ഒരു അറാഖിൻ്റെ കഷ്ണം കൊടുത്തുകൊണ്ട് മഹാനവറുകളോട് പറയുന്നു, ഈ അറാഖ് നിങ്ങളിൽ നിന്ന് ആദ്യമായി ആരാണോ വാങ്ങുന്നത് അദ്ദേഹമാണ് നിങ്ങളുടെ ആത്മീയമായിരിക്കുന്ന ഗുരു എന്ന് അബ്ദുള്ള മുസ്ലിയാരോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിലൂടെ പറയുകയാണ്. അങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് കൂട്ടായി അബ്ദുള്ള മുസ്ലിയാർ തിരിച്ച് നാട്ടിലേക്ക് എത്തുകയാണ്. അബ്ദുള്ള മുസ്ലിയാർ വന്ന വിവരം അറിഞ്ഞുകൊണ്ട് നാട്ടുകാരെല്ലാവരും വരുന്നു. സംസം വെള്ളവും ഈത്തപ്പഴവും ഒക്കെ എല്ലാവർക്കും നൽകുന്നു. നാട്ടുകാരൊക്കെ വരുന്നത് പോലെ തന്നെ ചൂട്ടുകാട്ടി മാമുട്ടിക്കയും വരുന്നു. അദ്ദേഹം വന്നുകൊണ്ട് അബ്ദുള്ള മുസ്ലിയാരോട് പറയുന്നു, എനിക്കെന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? അവിടുന്ന് ഈത്തപ്പഴവും അതുപോലെ തന്നെ കാരക്കയും എല്ലാവർക്കും കൊടുത്തതുപോലെ ഈ മനുഷ്യനിക്കും കൊടുക്കുന്നു. ഇത് കിട്ടിയിട്ടും അദ്ദേഹം അവിടെ നിന്ന് പോകുന്നില്ല. ചൂട്ടുകാട്ടി മാമുട്ടി പോകാൻ തയ്യാറാവുന്നില്ല. അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അബ്ദുള്ള മുസ്ലിയാർ ചോദിക്കുന്നു, നിനക്ക് ഈത്തപ്പഴവും സംസമും കിട്ടിയില്ലേ, പിന്നെ എന്താണ് പോകാത്തത്? ഇനി വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളൊക്കെ പറയുമല്ലോ, തല ചൊറിഞ്ഞിങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നിൽക്കുന്നത് പോലെ ചൂട്ടുകാട്ടി മാമുട്ടി അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഇനിയും വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇനി എന്ത്, എല്ലാവർക്കും കൊടുത്തതുപോലെ നിനക്കും തന്നില്ലേ എന്ന്
മഹാനവർ എന്ന് ബഹുമാനപ്പെട്ട അബ്ദുള്ള മുസ്ലിയാർ മറുപടി പറഞ്ഞപ്പോൾ ചൂട്ടുകാട്ടി മാമുട്ടിക്കയുടെ മുഖഭാവം അങ്ങ് മാറിയിട്ട് മുത്തുനബി എനിക്ക് തരാൻ പറഞ്ഞ അറാഖെവിടെ എന്നായിരുന്നു അടുത്ത ചോദ്യം. സുബ്ഹാനല്ലാഹ്. കൂട്ടായി അബ്ദുള്ള മുസ്ലിയാർ ഒന്ന് പേടിച്ചു പോയി. എൻ്റെ കയ്യിൽ നിന്ന് ആദ്യമായി അറാഖ് ആരാണോ ചോദിച്ചു വാങ്ങുന്നത് അദ്ദേഹമാണ് നിങ്ങളുടെ ഷെയ്ഖ് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ ഷെയ്ഖ് ഇദ്ദേഹമാണോ എന്ന് മനസ്സിലിങ്ങനെ ചിന്തിക്കുമ്പോഴേക്ക് അടുത്ത ചോദ്യം വരുന്നു. എന്നെ ആത്മീയ ഗുരുവായി അംഗീകരിക്കാൻ നിനക്ക് പ്രയാസമുണ്ടോ എന്നുള്ള ചോദ്യം വരുമ്പോഴേക്ക് ഇല്ല ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന് മഹാനവറുകൾ മറുപടി പറയുമ്പോൾ, എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് നാളെ പകലിൽ ചൂട്ട് കത്തിച്ചുകൊണ്ട് പൊന്നാനി അങ്ങാടിയിലൂടെ നിങ്ങൾ വിളിച്ചു പറയണം, ചൂട്ടുകാട്ടി മാമുട്ടിക്ക് എൻ്റെ ആത്മീയ ഷെയ്ഖായി ചൂട്ടുകാട്ടി മാമുട്ടി എൻ്റെ ആത്മീയ ഷെയ്ഖായിരുന്നു എന്ന് നിങ്ങൾ വിളിച്ചു പറയാൻ തയ്യാറാണോ എന്ന് കൂട്ടായി അബ്ദുള്ള മുസ്ലിയാരോട് അവിടെ നിന്ന് ചോദിക്കുമ്പോൾ മഹാനവറുകൾ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഷെയ്ഖായി അംഗീകരിക്കുകയാണ്. ആ രാത്രി തന്നെ ചൂട്ടുകാട്ടി മാമുട്ടിക്ക ഈ ലോകത്തോട് വിട പറയുകയും പിറ്റേന്ന് പകല് ബഹുമാനപ്പെട്ട കൂട്ടായി അബ്ദുള്ള മുസ്ലിയാർ പൊന്നാനിയുടെ ഖാളി ചൂട്ട് കത്തിച്ചുകൊണ്ട് പകലിലൂടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്, ചൂട്ടുകാട്ടി മാമുട്ടി എൻ്റെ ആത്മീയമായിരിക്കുന്ന ഗുരുവായിരുന്നു എന്ന് പറഞ്ഞു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഉസ്താദുമാരുടെ പല വേളുകളിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമുക്കിടയിൽ ജീവിച്ച് വളരെ നിസാരനായി ജീവിച്ചവരാണെങ്കിലും അവർ അള്ളാഹുവിൻ്റെ അരികിൽ വലിയ മഹാന്മാരായിരിക്കും. ആരെയും നാം നിസാരമാക്കാതിരിക്കുക. എത്ര ചെറിയവനാണ് നമ്മേക്കാൾ എത്ര താഴ്ന്നവനാണെങ്കിലും എത്ര മോശപ്പെട്ട് ജീവിക്കുന്നവനാണെങ്കിലും നാം അവരെ നിസാരവൽക്കരിക്കാതിരിക്കുക. അവരെ അർഹിക്കേണ്ട സ്ഥാനം അവർക്ക് നാം നൽകുക. ഇനി അവരെ നാം ബഹുമാനിക്കാൻ തയ്യാറല്ലെങ്കിൽ അവരെ തരം താഴ്ത്താതിരിക്കുക. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പല സമയങ്ങളിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവരുടെയും എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും അല്ലാഹു തആല സാധിപ്പിച്ചു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നൊക്കെ കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.